വെൽക്കം ടു സ്റ്റഡി കഫേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പറയുന്നത്. അപ്പം ഡിഗ്രി ലെവൽ, 12th ലെവൽ പ്രിലിംസിനും 12th ലെവൽ മെയിൻസിനും 10th ലെവൽ മെയിൻസ് എക്സാമിനും ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ സിലബസ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിലബസ് പ്രകാരം ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇൻപുട്ട് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്റ്റഡി കഫേയിലേക്ക് സ്വാഗതം. നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ 3 ഫംഗ്ഷണൽ യൂണിറ്റുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു കമ്പ്യൂട്ടറിനെ 3 പാർട്ടായിട്ട് 3 ഫംഗ്ഷണൽ യൂണിറ്റുകളായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ഉപകരണങ്ങളുണ്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഉപകരണങ്ങളുണ്ട്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷണൽ യൂണിറ്റുകൾ എന്ന് പറയുന്നതൊക്കെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ഇതിൽ തന്നെ ഇൻപുട്ട് ഉപകരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് വിശദമായി പോകുന്നത്. ഈ ഫംഗ്ഷണൽ യൂണിറ്റ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 2 കാര്യങ്ങൾ ഇവിടുന്ന് പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം വരുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രൈമറി ഇൻപുട്ട് ഉപകരണം എന്നറിയപ്പെടുന്നത് ഏതാണ്? കീബോർഡുകളാണ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഔട്ട്പുട്ട് ഉപകരണം എന്നറിയപ്പെടുന്നത്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്ന ഏതാണ്? മോണിറ്റേഴ്സ് ആണ് പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത്. 2 കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെക്കുക. അതൊക്കെയാണ് പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത് കീബോർഡും, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? കീബോർഡും. പ്രൈമറി ഔട്ട്പുട്ട് ഉപകരണം എന്ന് പറയുന്നത് ഏതാണ്? മോണിറ്റേഴ്സുമാണ് പ്രൈമറി ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ 3 ഫംഗ്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസുകൾ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്നിങ്ങനെ 3 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ ഇൻപുട്ട് ഉപകരണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, സ്കാനർ, ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, ബാർകോഡ് റീഡർ, OMR അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, വേറെയൊക്കെ പറയാം നമുക്ക് QR കോഡ് സ്കാനർ, QR കോഡ് റീഡർ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, സ്കാനർ, ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, ബാർകോഡ് റീഡേഴ്സ്, OMR, MICR എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു. പേരുകൾ പഠിച്ചു വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഏതാ, അല്ലെങ്കിൽ ഇൻപുട്ട് ഉപകരണം ഏതാ, ഇങ്ങനെയുള്ള ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പേര് അറിഞ്ഞിരുന്ന ഇതൊക്കെ ഏത് ഇൻപുട്ടാണ്, ഏതൊക്കെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വളരെ വേഗം സമയനഷ്ടമില്ലാതെ നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഇൻപുട്ട് ഉപകരണങ്ങളിലേക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കീബോർഡിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ കീബോർഡ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ്. കീബോർഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കീബോർഡ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത്, ഒരു കീബോർഡിന്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നതാണ് ഇത് കീബോർഡുകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കീബോർഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് ഏത്? കീബോർഡുകൾ എന്ന് പറയുന്നത്. കീബോർഡുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകുന്നതിന്, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നതാണ് ഏത്? കീബോർഡുകൾ എന്ന് പറയുന്നത്. വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകുവാൻ അഥവാ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത്, കീബോർഡിലൂടെ സാധ്യമാകുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കീബോർഡിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്, കീബോർഡിന്റെ രൂപം എന്ന് പറയുന്നത് കീബോർഡിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? QWERTY ആണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ആ കീകളുടെ പൊസിഷന്റെ അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫബറ്റ്സ് കീകൾ പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വായിക്കുമ്പോൾ QWERTY ആ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? QWERTY ലേഔട്ട് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് എന്ന് പറയുന്നത് ഏതെന്നാ പറഞ്ഞത്? QWERTY ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഇമെയിൽ സന്ദേശം, ഫസ്റ്റ് ഇമെയിൽ സന്ദേശം ഒന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത്
QWERTY, QWERTY ഇതാണ് ആദ്യത്തെ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത്. ആ ആൽഫ കീസിലെ ഫസ്റ്റ് റോയിലെ കീകളാണ്. ആദ്യത്തെ ഇമെയിൽ സന്ദേശം അയച്ചത് ആരാണെന്ന് അറിയാവോ? ആദ്യത്തെ ഇമെയിൽ സന്ദേശം അയച്ചത്, ഫസ്റ്റ് ഇമെയിൽ അയച്ചതെന്ന് പറയുന്നത് റേ ടോമിൽസൺ ആണ്. ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റേ ടോമിൽസൺ ആണ് ആദ്യത്തെ ആദ്യത്തെ ഇമെയിൽ അയച്ചതെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കീബോർഡ് കണ്ടുപിടിച്ചെന്ന് പറയുന്ന ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. പ്രൈമറി ഇൻപുട്ട് ഉപകരണം എന്നറിയപ്പെടുന്ന കീബോർഡാണ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കീബോർഡിന്റെ ലേഔട്ട് എന്ന് പറയുന്നത് QWERTY ആണ്. ഫസ്റ്റ് ഇമെയിൽ എന്ന് പറയുന്നത്, ആദ്യത്തെ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത് QWERTY ആണ് ആദ്യത്തെ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. കീബോർഡിലെ കീകളെ നമ്മൾ പല ടൈപ്പായിട്ട് പല ഇതായിട്ട് കീകളെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് കീകളുടെ എണ്ണം, പ്രധാനപ്പെട്ട കീകൾ ഏതൊക്കെയാണെന്നുള്ള വിശദ വിവരങ്ങളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് കിടക്കുന്നത്. ഒരു കീബോർഡിലെ ആകെ കീകളുടെ എണ്ണം എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് കീസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലെ ആകെ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് 104 കീകളാണ് ഒരു കീബോർഡിൽ ഉള്ളതെന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കീബോർഡ് കീകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 104 ആണ്. ആ 104 കീകളെ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണ്. ആൽഫ ന്യൂമറിക് കീസ്, ആൽഫബറ്റ്സും നമ്പേഴ്സുമാണ്. A to Z, A മുതൽ Z വരെയുള്ള ആൽഫബറ്റ്സും 0 to 9 ഡിജിറ്റ്സ് നമ്പേഴ്സുമാണ് ആൽഫ ന്യൂമറിക് കീകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. പിന്നെ അതുപോലെ നാവിഗേഷൻ കീകളാണ് അടുത്ത വിഭാഗം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ കഴ്സറിനെ മൂവ് ചെയ്യുവാൻ, കഴ്സറിന്റെ സ്ഥാനം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നാവിഗേഷൻ കീകൾ ഉപയോഗിക്കുന്നത്. നാവിഗേഷൻ കീകൾക്ക് ഉദാഹരണമാണ് ആരോ കീ, ഹോം, എൻഡ്, പേജ് അപ്പ്, പേജ് ഡൗൺ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നാവിഗേഷൻ കീസിന് ഉദാഹരണമാണ്, നാവിഗേഷൻ കീകൾക്ക് ഉദാഹരണമാണ്. മറ്റൊരു ടൈപ്പാണ് മോഡിഫയർ കീകൾ എന്ന് പറയും. ചില കീകളുടെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഷോർട്ട് കട്ട് കീസ് ഒക്കെ ഉപയോഗിക്കാറില്ലേ? കൺട്രോൾ C, കൺട്രോൾ V, കൺട്രോൾ A, കൺട്രോൾ X, അങ്ങനെ ഷോർട്ട് കട്ട് കീസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡിലീറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില കീകളുടെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്ത് മറ്റൊരു എഫക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. മോഡിഫയർ കീസ് ദ എഫക്റ്റ് ഓഫ് അതർ കീസ്. മോഡിഫയർ കീകൾക്ക് ഉദാഹരണമാണ് ഷിഫ്റ്റ്, ഓൾട്ട്, കൺട്രോൾ എന്നിവയാണ് എന്തിന് ഉദാഹരണം എന്ന് പറയുന്നത്? മോഡിഫയർ കീസിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഷിഫ്റ്റ്, ഓൾട്ട്, കൺട്രോൾ എന്നിവ എന്തിന് ഉദാഹരണമാണ്? മോഡിഫയർ കീസിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ടോഗിൾ കീസ് ആണ്. ഒരു കീയുടെ ഫംഗ്ഷൻ ഓൾട്ടർനേറ്റ് സ്വിച്ചിങ്ങിലൂടെ ഓൺ ഓഫ്. ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്സ് ലോക്ക്, ഒരു തവണ ക്യാപ്സ് ലോക്ക് എന്ന കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഫംഗ്ഷൻ ഓൺ ആവും. വീണ്ടും നമ്മൾ ആ കീ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ആവും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ഫംഗ്ഷൻ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് കീകൾക്ക് പറയുന്ന പേരാണ് ടോഗിൾ കീസ് എന്ന് പറയുന്നത്. ടോഗിൾ കീകൾക്ക് ഉദാഹരണമാണ് ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്. ഇവയൊക്കെ എന്തിനു ഉദാഹരണമാണ്? ടോഗിൾ കീസിന് ഉദാഹരണമാണ്. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് ഒക്കെ ഏതുതരം കീസിന് ഉദാഹരണം എന്ന് പറയുന്നത് ടോഗിൾ കീകളാണ്. പിന്നെ ഫോമാറ്റിംഗ് കീകൾ എന്ന് പറയും. ടെക്സ്റ്റ് ഫോമാറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീകളെയാണ് നമ്മൾ ഫോമാറ്റിംഗ് കീകൾ എന്ന് പറയുന്നത്. സ്പേസ് ബാർ, ടാബ്, റിട്ടേൺ, എൻറ്റർ ഇവയൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഫോർമാറ്റിംഗ് കീസിന് ഉദാഹരണമാണ്. അതുകൂടാതെ ഫംഗ്ഷൻ കീയൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഫംഗ്ഷൻ കീകൾ, ഒരു കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 ഫംഗ്ഷൻ കീകളാണ് ഒരു കീബോർഡിൽ ഉള്ളതെന്ന് പറയുന്നത്. F1 മുതൽ F12 വരെ ഇങ്ങനെ 12 ഫംഗ്ഷൻ കീസ് ആണ് ഒരു കീബോർഡിൽ കാണപ്പെടുന്നത്. ഓർത്തിരിക്കണം, കീകൾ നമ്മൾ പല ടൈപ്പായിട്ട് പഠിച്ചതൊക്കെയാണ്. ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്, നാവിഗേഷൻ കീസ് ഉണ്ട്, മോഡിഫയർ കീസ് ഉണ്ട്, ടോഗിൾ കീസ് ഉണ്ട്, ഫോർമാറ്റിംഗ് കീസ് ഉണ്ട്, ഫംഗ്ഷൻ കീസ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. ഇനി അതിലേക്ക് വരുമ്പോഴത്തേക്ക് കീബോർഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് ബാർ ആണ് ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് ബാർ ആണ് കേട്ടോ. ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് സ്പേസ് ബാറും ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് ബാറുമാണ്. അതുപോലെ ഒരു കീബോർഡിന്റെ ഇടതുവശത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ആണ് എസ്കേപ്പ് കീ ആണ്. ഒരു കീബോർഡിന്റെ ലെഫ്റ്റ് ടോപ്പിൽ കാണപ്പെടുന്ന കീ എന്ന് പറയുന്നത് ഏതാണ്? എസ്കേപ്പ് കീ ആണ്. ലെഫ്റ്റ് ബോട്ടം, ഇടതുവശത്ത് ഏറ്റവും താഴെയായി കാണപ്പെടുന്നത് എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ ആണ്. ഇടതുവശത്ത് താഴെയായി കാണപ്പെടുന്ന കീ എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ കീ ആണ് ഇടതുവശത്ത് താഴെയായി കാണപ്പെടുന്നത്
കാണപ്പെടുന്നതെന്ന് പറയുന്നത്. അതുപോലെ 2 എണ്ണം വീതമുള്ള കീകളാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റർ 2 എണ്ണമുണ്ട്, കൺട്രോൾ കീ എന്ന് പറയുന്ന 2 എണ്ണമുണ്ട്, ഡിലീറ്റ് 2 എണ്ണമുണ്ട്, അതുപോലെ ഓൾട്ട് 2 എണ്ണമുണ്ട്. ഇങ്ങനെ 2 എണ്ണം വീതമുള്ള കീകൾ എന്ന് പറയുന്നതാണ് എൻ്റർ, കൺട്രോൾ, ഡിലീറ്റ്, ഓൾട്ട് ഒക്കെ എന്ത് ആണ് 2 എണ്ണം വീതമുള്ളതാണ്. അതുപോലെ ഇത് കൂടാതെ ഒരെണ്ണം കൂടെ പറയാം, നമുക്ക് ഷിഫ്റ്റ് കീ ഇല്ലേ, ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്, ഷിഫ്റ്റ് കീ 2 എണ്ണമുണ്ട്. അപ്പോൾ 2 കീകൾ വീതമുള്ള അത് ഓർത്ത് വെക്കുന്നത് എളുപ്പമാണ് കേട്ടോ. എൻ്റർ, കൺട്രോൾ, ഡിലീറ്റ്, ഓൾട്ട്, ഷിഫ്റ്റ് ഒക്കെ 2 എണ്ണം വീതമാണ് കാണപ്പെടുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പേസ് ബാർ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഇതാണ്, സ്പേസ് ബാർ ആണ്. ഈ സ്പേസ് ബാറിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇമീഡിയറ്റ് ലെഫ്റ്റിലും ഇമീഡിയറ്റ് റൈറ്റിലും തൊട്ട് ഇടതുവശത്തും തൊട്ട് വലതുവശത്തും കാണപ്പെടുന്ന കീ എന്ന് പറയുന്ന ഏതാണ്? ഓൾട്ട് കീ ആണ്. കീബോർഡിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഏതാണ്? ഓൾട്ട് കീ ആണ് കീബോർഡിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാണപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കീബോർഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടോപ്പിൽ എസ്കേപ്പ് ആണെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ബോട്ടം കീ എന്ന് പറയുന്നത് കൺട്രോൾ കീ ആണെന്ന് പറഞ്ഞു. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് ASCII എന്ന് പറയും. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഏതാണ്? ASCII ആണ്. ASCIIയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. ASCIIയുടെ പൂർണ്ണ രൂപമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ മൗസ് ആണ്. മൗസ് എന്ന് പറയുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. കഴ്സറിന്റെ പൊസിഷൻ മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. മൗസ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ്. മൗസ് കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതാണ്. മൗസ് കണ്ടുപിടിച്ചത് ആരെന്നാ പറഞ്ഞത്? ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. പോയിന്റിംഗ് ഡിവൈസ് ആണ് ഉദാഹരണമാണ് മൗസ് എന്ന് പറയുന്നത്. അതുപോലെ മൗസിന്റെ കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നതാണ് മിക്കി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, മിക്കിയാണ് കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. മൗസ് ആദ്യമായി വികസിപ്പിച്ചതെന്ന് പറഞ്ഞാൽ സിറോക്സ് സ്പാർക്ക് ആണ് മൗസ് ആദ്യമായി, ആപ്പിൾ ആണ് സിറോക്സ് സ്പാർക്ക് ആണ് മൗസ് ആദ്യമായി വികസിപ്പിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പ്യൂട്ടർ നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് പല ഫയലുകളെയും ഫോൾഡറുകളെയും ഒക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മോണിറ്ററിംഗ്, ഫയലുകളെയും ഫംഗ്ഷനുകളെയും ഒക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മോണിറ്ററിൽ ചില ചിത്രങ്ങൾ, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ചില ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്. ആ ചിത്രങ്ങളെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഐക്കൺസ് എന്നാണ് പറയുന്നത്. ഐക്കണുകൾ എന്ന് പറയും. ഫയലുകളെയും ഫോൾഡറുകളെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് പറയുന്ന പേരാണ് എന്താ? ഐക്കണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി മൗസിന്റെ ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്, റൈറ്റ് ബട്ടൺ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സാധനത്തെ സെലക്ട് ചെയ്യാൻ, ഒരു ഫയലിനെയോ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെയോ സെലക്ട് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് യൂസ് ചെയ്യുന്നത്. ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആക്ഷനാണ്, പെർഫോം ചെയ്യുന്ന ആക്ഷനാണ് ഇത് സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഒരു വിൻഡോ അല്ലെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ആണ് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു സാധനത്തെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, സെലക്ട് ആൻഡ് പ്ലേസ് ആൻ ഐറ്റം ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ സിംഗിൾ റൈറ്റ് ക്ലിക്ക് ആണ് കോണ്ടെക്സ്റ്റ് മെനു ഓപ്പൺ ചെയ്യുന്നത്. ഒരു ഫയലിന്റെ അല്ലെങ്കിൽ ഒരു ഇതിന്റെ കോണ്ടെക്സ്റ്റ് മെനു ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ റൈറ്റ് ക്ലിക്ക് എന്ന ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്രോൾ എന്ന് പറയുന്നത് അടുത്ത പേജിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അടുത്ത പേജിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെക്സ്റ്റിന് വേണ്ടി. ഇപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ആണെങ്കിൽ സ്ക്രോൾ ചെയ്ത് അടുത്ത സ്ലൈഡിലേക്ക് പോകും. അടുത്ത വേർഡ് ഫയൽ ആണെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാൻ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരാം. അപ്പോൾ സ്ക്രോള് നെക്സ്റ്റ് പേജിലേക്ക്, അടുത്ത പേജ് വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രീവിയസ് പേജിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ മൗസിന്റെ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്കൽ മൗസുകളുമുണ്ട്, ഒപ്റ്റിക്കൽ മൗസുകളുമുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മൗസിന്റെ താഴെ ഒരു ബോൾ പോലെ ഡിവൈസ്, അതാണ് മെക്കാനിക്കൽ മൗസ് എന്ന് പറയുന്നത്. ആ അതിന്റെ താഴെയുള്ള ബോളിന്റെ ആ ചലനത്തെ, മോഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൗസിന്റെ പ്രവർത്തനം നടക്കുന്നത്. എന്നാൽ ഒപ്റ്റിക്കൽ മൗസിൽ ഒരു ലേസർ ആണ്, ഒരു LED ലൈറ്റ് അല്ലെങ്കിൽ ലേസർ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. ആ ലൈറ്റിനെ സെൻസ് ചെയ്തുകൊണ്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഒപ്റ്റിക്കൽ മൗസുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ അതിനെ കണക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ടൈപ്പായിട്ട് വയേർഡ് മൗസ് ഉണ്ട്. സാധാരണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡ് കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കുത്തുക ഒരു വയർ ഉള്ള മൗസാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. വയേർഡ് മൗസും ഉണ്ട്, എന്നാൽ വയർലെസ് മൗസുകളും ഉണ്ട്. വയേർഡ് മൗസ് എന്നും വയർലെസ് മൗസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. വയർലെസ് മൗസിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ. വയർലെസ് മൗസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഏതാണ്, ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ് വയർലെസ് മൗസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ചോദിക്കുന്ന ടി വി റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നതും ഏതാണ്, ഇൻഫ്രാറെഡ് ആണ്. ടി വി റിമോട്ടിലുമൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയുന്ന സ്കാനർ ആണ്. സ്കാനറും കൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. സ്കാനറിലേക്ക് വരുമ്പോൾ ഡേറ്റയും ചിത്രങ്ങളും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇമേജസ് ആണെങ്കിലും നമ്മുടെ ഒരു ബുക്കൊക്കെ ആണെങ്കിലും സ്കാൻ ചെയ്തതിന് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്, സ്കാനറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ അല്ലെങ്കിൽ ഇമേജസിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഇത് സ്കാനർ എന്ന് പറയുന്നത്, സ്കാനേഴ്സ് എന്ന് പറയുന്നത്. സ്കാനറുകൾ തന്നെ നമുക്ക് പല ടൈപ്പായിട്ട് പഠിക്കാം, പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ് ഉണ്ട്, ഇതാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്നത്. അതുപോലെ ഷീറ്റ് ഫെഡ് സ്കാനർ, അത് കുറച്ചുകൂടെ പണി എളുപ്പമാണ്. നമ്മൾ ആ സ്കാനിങ്ങിനുള്ള പേപ്പേഴ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കയറി ഇറങ്ങി സ്കാൻ ചെയ്ത് വരും. പിന്നെ ഡ്രം സ്കാനേഴ്സ് ഉണ്ട്, വലിയ പ്രിന്റിങ്ങിനൊക്കെ വലിയ ഇമേജ് സ്കാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഡ്രം സ്കാനേഴ്സും യൂസ് ചെയ്യാറുണ്ട്, ഡ്രം സ്കാനറുകളും യൂസ് ചെയ്യാം. അപ്പോൾ സ്കാനേഴ്സിന് നമ്മൾ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തതൊക്കെയാണ്. ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ് ഉണ്ട്, ഷീറ്റ് ഫെഡ് സ്കാനേഴ്സ് ഉണ്ട്, ഡ്രം സ്കാനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് സ്കാനേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്. ഏതൊക്കെയാണ്, കീബോർഡിനെ കുറിച്ച് പഠിച്ചു, മൗസിനെ കുറിച്ച് പഠിച്ചു, സ്കാനറുകളെ കുറിച്ച് പഠിച്ചു. ഇനി അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തേക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. മറ്റു ഇൻപുട്ട് ഉപകരണങ്ങളെല്ലാം നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.